എന്തൊരു കഷ്ടമാണ്. കൃഷ്ണനുണ്ണി പൊയ്ക്കോളൂ. ഇല്ല സാർ, ഇനി ഞാൻ ഉറങ്ങില്ല. അതുകൊണ്ടല്ല, എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ശരിക്കും? ശരിക്കും. നന്നായി. സീമ മാഡം ആയിരിക്കും, ഞാൻ പോയി നോക്കാം. Hi. How are you? Good. Except for this bloody sprain. താനിവിടെ ഒറ്റയ്ക്കിരുന്ന് ടെൻഷൻ അടിക്കണ്ടെന്ന്. ഒറ്റയ്ക്കാ? ആര്? ഫുൾ ടൈം ഞാൻ ഉണ്ടായിരുന്നില്ലേ കമ്പനി കൊടുക്കാൻ? ഈ പെയിൻ കില്ലർ എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ടെൻഷൻ റിലീവർ ആയിരുന്നു ഞാൻ. മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. നോക്കണ്ട, റെയ്ഡ് ചെയ്യാനൊന്നും വന്നതല്ല, ഞാനൊരു ഗായകനാണ്. ഞാനാ നേരത്തെ ഫോൺ ചെയ്തത്. എന്റെ പുതിയ ചിത്രത്തിന് താങ്കൾ മ്യൂസിക് ഡയറക്ട് ചെയ്യണം. ഓ, വലിയ പ്രൊഡ്യൂസർ. എക്സാക്ട്ലി. പ്രൊഡ്യൂസർ ഗോവിന്ദൻ ഉണ്ണി. നമ്മൾ രണ്ടുപേരും കൂടി കൃഷ്ണനുണ്ണി പോകാൻ ഇറങ്ങിയതല്ലേ? എന്നാ ചെല്ല്. ഗുഡ് നൈറ്റ്. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. സോറി, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? രാകേഷ് എന്നെ വിളിച്ച ശേഷം ഞാൻ സീമയെ കോൺടാക്ട് ചെയ്തിരുന്നു. ഒരു പരിധി വരെ എനിക്ക് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു. സീമ ഒരു കോംപ്രമൈസിന് തയ്യാറായതുമാണ്. പ്രശ്നങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാൻ സീമയോട് വന്നിരുന്നു. എന്നിട്ട്? പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷത്തെ ശരിയല്ലാത്തതുകൊണ്ട് രാകേഷിനെ കാണാൻ കൂട്ടാക്കാതെ ഷി വെന്റ് ബാക്ക്. നോ വേ ശരത്, സീമ ഇവിടെ വന്നിട്ടില്ല. ഷി ഷുഡ് ബി ലൈയിങ്. വൈ ഷുഡ് ഷി? എന്നോട് അങ്ങനെയാ പറഞ്ഞ. നീ എന്താ ബാഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞത്? അത് അല്പം മുമ്പ് സീമയുടെ ഫ്രണ്ട് സൂസന്റെ ഒരു മെസ്സേജ് എനിക്കുണ്ടായിരുന്നു. സീമ ഗോൺസാൽവസിന്റെ പാർട്ടിക്ക് പോയി എന്ന് പറഞ്ഞിട്ട്. ആ പാർട്ടിയുടെ ഒരു ക്ലൈമാക്സ് നിനക്കറിയാലോ. നോട്ടമിട്ട ഫീമെയിൽ ഗസ്റ്റിനെ അയാൾ എങ്ങനെയെങ്കിലും അയാളുടെ ബെഡ്റൂമിലേക്ക് എത്തിക്കും. ഇന്നത്തെ അയാളുടെ ടാർഗറ്റ് സീമയാണെന്ന് ആസൂസം പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഞാൻ സീമയെ വിളിച്ചു, പക്ഷെ മൊബൈൽ സ്വിച്ച് ഓഫ്. കാര്യം നടത്താൻ അയാൾ ഏത് എക്സ്റ്റെൻഡ് വരെയും പോകും. ലൈക്ക് കൂൾ ഡ്രിങ്ക്സിൽ മദ്യം മിക്സ് ചെയ്യുക, ഡ്രഗ്സ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. താൻ പോയില്ലേ ഇതുവരെ? ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട്. അതൊക്കെ വീട്ടിൽ ചെന്ന് അടുക്കി പെറുക്കണം. പോണം. നമ്പർ 1 ഫ്രോഡാ താരികട. ശരത്, പാർട്ടി അവസാനിക്കുന്നതിന് മുമ്പ് സീമയെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വരണം. ഈ ഗോൺസാൽവസിന്റെ വീട് അറിയാമോ? അയാളുടെ വീട്ടിൽ വെച്ചല്ല പാർട്ടി, പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലാ. അതിന്റെ അഡ്രസ് അയാൾ ആർക്കും കൊടുക്കാറില്ലേ? ഇനിയിപ്പോ എന്താ ഒരു മാർഗമുണ്ട്. തന്നോടല്ലേ പോവാൻ പറഞ്ഞത്? അതെ, ഈ വ്യാജ സിഡിയും DVD ഒക്കെ ഇറക്കി കാശുകാരനായ ഒരു ഗോൺസാൽവസിന്റെ കാര്യമല്ലേ പറയുന്നത്? അയാളുടെ ഫയൽസ് ഒക്കെ നോക്കുന്നത് എന്റെ ക്ലോസ് ഫ്രണ്ട് സത്യകാമൻജിയാ. തന്നെ ഇന്ന് ഞാൻ. യു ഗെറ്റ് ഔട്ട് ഇഡിയറ്റ്. അല്ല രാകേഷ്, സി ഇയാൾ പറഞ്ഞ സത്യകാമൻജി വഴി ഗോൺസാൽവസിന്റെ അഡ്രസ് ചിലപ്പോൾ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഓർത്തില്ല. ഞാൻ അയാളെ വിളിച്ചോണ്ട് വരാം. വേണ്ട, ഞാൻ വിളിക്കാം. ഞാൻ പോയില്ല, തിരിച്ചു വിളിക്കാൻ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. മിസ്റ്റർ ഉണ്ണി, രാകേഷിനെ തെറ്റിദ്ധരിക്കരുത്. ആ സാറിനോട് അല്പം കൂടി മനുഷ്യത്വത്തോടെ പെരുമാറാൻ പറയണം, ഇല്ലെങ്കിൽ ദൈവകോപം കിട്ടും. ഞാൻ ആരെയും ശപിക്കാറില്ല, പക്ഷെ എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ല. ഈ മുൻഷുണ്ടിയേ ഉള്ളൂ. മതിയല്ലോ ഒരു ജീവിതം തകരാൻ. വരൂ, അകത്തേക്ക് വാ. ഗെറ്റ് ഔട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറുപ്പ് സാർ പറഞ്ഞിട്ടുണ്ട്, കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കാം, പക്ഷെ പഞ്ചസാരയിൽ നിന്നും ഒരിക്കലും കരിമ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ സാർ? നമ്മുടെ നാവിൽ നിന്നും വീഴുന്ന മനസ്സിലായി. നിങ്ങളുടെ വെറും സൗന്ദര്യപ്പണക്ക, അത് ഞാൻ തീർത്തു തരാം. വരൂ കൃഷ്ണനുണ്ണി. കൃഷ്ണനുണ്ണി സാർ. ഐ എം സോറി, കൃഷ്ണനുണ്ണി വരൂ. ജീവിതം ഒരു ഗാനം, ഈ ജീവിതം ഒരു ഗാനം, ആരോഹണങ്ങൾ. നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ടല്ലോ. നല്ല ഭാവം, നല്ല ശബ്ദം. സാറിന് കാണണോ? ശബ്ദം അല്ല, എന്റെ ശബ്ദത്തിന് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ. ഇതൊന്ന് പിടിച്ചേ. നോക്കി. എന്താ? സപ്തസ്വരങ്ങൾക്കായി സാദരം സമർപ്പിതം, കൃഷ്ണനുണ്ണി തൻ സരള സംഗീത ജീവിതം.
രാകേഷ് രാകേഷ് യെസ് സി ഇത് കണ്ടോ ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ഇതൊന്നുമല്ല, ഇതിനകത്ത് എത്ര പാട്ടുകളുണ്ടെന്നറിയോ? 1217 റിലീസ് ആകാതെ പോയ ചിത്രങ്ങളിലെ പാട്ടുകൾ 102 വേറെയും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ എങ്ങനെ സാധിച്ചു? എല്ലാം സ്വാമിയുടെ സഹായം. ഗോഡ് ഈസ് ഗ്രേറ്റ്. ആ സ്വാമിയല്ല, പിന്നെ? ദക്ഷിണാമൂർത്തി സ്വാമി. അദ്ദേഹത്തിന് ഞാൻ മകനെ പോലെ ദക്ഷിണമൂർത്തി സ്വാമിക്ക് അറിയാം. അറിയോന്ന്? കൊള്ളാം, എന്ത് ചോദ്യ. ദക്ഷിണമൂർത്തി സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗല്ലേ ചക്രവാകം? അതെ, ചക്രവാകം രാഗത്തെ പറ്റിയൊക്കെ അറിയാം. ചക്രവാകം ലോകത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ള രാഗമല്ലേ? അതിൽ വചനമുണ്ടായി, ആ വചനം തീരമേ കണ്ടു പാതി നാൻ പാതി താജ്മഹൽ നിർമ്മിച്ച രാജശില്പി. കലക്കി. റിയലി ഗ്രേറ്റ്. സമ്മതിച്ചു. ആദിയിൽ വചനമുണ്ടായി പാടിയത് യേശുദാസ്. സിനിമയിൽ പാടിയതാരെന്നറിയാമോ? ഇല്ല. വയലാർ രാമോർമ്മ. വിജനതീരമേ കണ്ടു അതിന്റെ സംഗീത സംവിധാനം ആരെന്നറിയാമോ? ഇല്ല. MS ബാബുരാജ്. സഞ്ചരിക്കുന്ന മ്യൂസിക് എൻസൈക്ലോപീഡിയ അല്ലേ? നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ. ആണല്ലേ? ആ, ഈ താജ്മഹൽ നിർമ്മിച്ചതിന്റെ മ്യൂസിക് ഡയറക്ടർ ഗാനഗന്ധർവൻ യേശുദാസ്. പൂച്ചന കേസയുടെ ഫിലിം ഏതാ? അത് മേരി സൂരത് തേരി ആംഖേ. നീ പാതി ഞാൻ പാതിയുടെ മ്യൂസിക് ആരാ? ഇളയരാജ. അപ്പൊ ഈ ഗോൺസാലസിന്റെ ഗസ്റ്റ് ഹൗസ് എവിടെയാ? അത് ഞാൻ പറഞ്ഞില്ലേ, സത്യകാമൻജിക്ക് അറിയാവൂ. അല്ല, ഈ സത്യകാമൻജി എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്ത ഗസ്റ്റ് ഹൗസിന്റെ നമ്പറും സംഘടിപ്പിച്ചു തരാമോ? അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് വേണ്ടിയല്ല മിസ്റ്റർ ഉണ്ണി, പ്ലീസ്. എന്തായാലും ഇന്ന് നടക്കില്ല. ഇന്ത്യ പാകിസ്ഥാൻ കളിയുള്ളതല്ലേ? ഇന്ന് സത്യാമൻജി ടിവിയുടെ മുന്നിൽ തന്നെ ആയിരിക്കും. അല്ല, ഉണ്ണിയുടെ അടുത്ത സുഹൃത്തല്ലേ, പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന്. ആദ്യം എനിക്ക് ടിവിയിലെ സ്കോർ അറിയണം. അതെന്തിനാ? അല്ല, ആദ്യം ഈ സ്കോറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഗോൺസാൽവസിന്റെ മാറ്ററിലോട്ട് കിടക്കാൻ പറ്റൂ. ആളൊരു പ്രത്യേക ടൈപ്പാ. വാ. ഉഗ്രൻ ടിവി ആണല്ലോ. ഫോറിനാ? Yeah. അപ്പൊ ഇമ്പോർട്ട് ചെയ്തായിരിക്കും. അല്ല, എക്സ്പോർട്ട് ചെയ്താ. സത്യകാമൻജി അറിയണ്ട. എന്നാ അറിയിക്കണ്ട. സൂക്ഷിച്ച് നിൽക്കും, ബോളിൽ തന്നെ നോക്കി നിൽക്കും. അങ്ങനെ അടി 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 അങ്ങനെ പോട്ടെ. ആടി ആടി ബൗണ്ടറി 4 ഹിറ്റ് ഔട്ട് ഓർ ഗെറ്റ് ഔട്ട്. അതാണ് അടി അടി അടിക്കാൻ നേരത്തെ അത് തന്നെ 4. അങ്ങനെ പോട്ടെ പോട്ടെ പോട്ടെ. ബൗണ്ടറി ബൗണ്ടറി ഇതാണ് വേണ്ടത്. എങ്ങനെ സ്കോർ കൂട്ടെ. അങ്ങനെ ഈ ആൾക്കാരെയൊക്കെ എന്തിനാ കാണിക്കുന്നത്? അടി അടി 6 4. ഭയങ്കര നഷ്ടാട്ടോ ഈ സ്പ്രെയിൻ രാകേഷിന് ഉണ്ടാക്കി വെച്ച്. എത്ര മണിക്കൂർ വേണമെങ്കിലും വിഡിയേക്കാന്നൊരു കക്ഷി കൈ കിട്ടിയിട്ട് പാർട്ടി ക്യാൻസലായി പോയില്ലേ? ഇയാളെ എന്ന് പ്രസന്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഒരിക്കലും പറ്റാത്ത ഉറവല്ലേ. ക്ലബിലുള്ളവർക്ക് മുഴുവൻ ഉത്സവമായിരിക്കും. സീമെന്ന് ട്രൈ ചെയ്താലോ? ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. സ്റ്റിൽ സ്വിച്ച് ഓഫ്. നേരം വൈകും തോറും റിസ്ക് കൂടുതലാ. ഇയാൾ ഈ മാച്ച് മുഴുവൻ കണ്ടോണ്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ടു. ഇതെന്താ ബൈ ഇങ്ങനെ തട്ടി തട്ടി നിൽക്കാതെ അടിച്ച് നിരത്ത് ബൗണ്ടറി. പാകിസ്ഥാൻകാരെല്ലാം പറപ്പിക്കണം. റെഡി കൃഷ്ണനുണ്ണി. ഓ കൃഷ്ണനുണ്ണി, ഇനി ഈ ഓവറിൽ 3 ബോൾ കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞോട്ടെ. മോനെ ഗംഭീരായിട്ട് കളിക്ക, ഇല്ലെങ്കിൽ ഗൗതമനെ പോലെ സന്യാസിയായി പോകും. കൃഷ്ണനുണ്ണി ഇങ്ങോട്ട് വരാ. ഇനി 2 ബോൾ കൂടെ ഉള്ളെന്ന്. അടിക്ക്. അങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഇത് വലിയ ശല്യമായല്ലോ. വന്നിട്ട് കാണാം. അവസാനം മാഡം തിരിച്ചെത്തി. അതിനെന്റെ വക സ്പെഷ്യൽ നമസ്കാരം. പാവം സാറിന് ഒരുപാട് ടെൻഷൻ എടുപ്പിച്ചു കളഞ്ഞു കേട്ടോ. നിങ്ങൾ വീണ്ടും ഒന്നിക്കണമെന്നുള്ളത് ഈശ്വര നിശ്ചയ. റബ്നെ ബനാദി ജോഡി. നിങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കൈ കൊടുക്കോ. താൻ ആരെ ഇവിടെ ഇറക്കി വിട്ടത്? അത് സാറിന്റെ മറ്റേ സീക്രട്ട് കണക്ഷൻ മോഹിനി ചന്ദ്രനെ. എടോ, ഇതാണ് മോഹിനി ചന്ദ്രൻ. അപ്പൊ അതാര്? 2 മോഹിനി ചന്ദ്രനുണ്ടോ? ഒരു പച്ച ഡിസൈനർ സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. എന്റെ ദൈവം നശിപ്പിച്ചു. അപ്പൊ എന്നെ കൂടാതെ വേറെ ഫ്രണ്ട്സ് ഉണ്ടല്ലേ? മോഹിനി പ്ലീസ്, തനിക്ക് എന്താണോ വട്ടുണ്ടോ? ഏയ് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുറുപ്പ് സാർ പറയില്ലേ? സാറ് തന്നെയല്ലേ പറഞ്ഞത് ടർക്കി വരികയാണെങ്കിൽ വീട്ടിനകത്തോട്ട് കയറ്റരുത്, പറഞ്ഞു വിടണമെന്ന്. താൻ എന്ത് പറഞ്ഞ അവളെ ഇവിടെ ഇറക്കി വിട്ടത്? ആരെ? സീമയെ, എന്റെ ഭാര്യയെ. എന്താ ഈ ടർക്കി? ടർക്കി ഒന്നുമില്ല. തന്നോട് ആരാ പറഞ്ഞ എന്റെ ഭാര്യ ഇവിടെ ഇറക്കി വിടാൻ? ആ മാഡം അല്ല, ഈ മാഡം ആണ് ടർക്കി എന്ന് ഞാൻ എങ്ങനെ അറിയും? എന്താ ഈ ടർക്കി? മോഹിനി ഒന്നുമില്ല, നമുക്ക് പിന്നെ കാണാം. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നെ പറഞ്ഞു വിടാൻ ധൃതിയായി അല്ലേ?
എന്നെ മടുത്തൊന്ന് വെട്ടി തുറന്ന് പറഞ്ഞൂടെ? അയ്യോ അയ്യോ, അതല്ല ഞാൻ എന്താ പറയാ. അതൊന്നും അല്ല മോഹിനി, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ദീപും റോബർട്ടും സഞ്ജയും ഒക്കെ പറഞ്ഞിട്ടും ഞാൻ രാകേഷുമായുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തില്ല. അതറിയാമോ? ആണുങ്ങൾ മാത്രമേ ഉള്ളോ ഫ്രണ്ട്സ്? അതറിഞ്ഞിട്ട് തനിക്ക് എന്ത് വേണം? രാകേഷ്, ഐ ഹാവ് കം ഹിയർ ടു. എക്സ്ക്യൂസ് മീ മോഹിനി, നമുക്ക് എല്ലാം സോൾവ് ചെയ്യാം. പക്ഷെ തൽക്കാലം ഇവിടെ നിന്ന് പോണം പ്ലീസ്. ഞാൻ പോവാം, പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എന്താ ഈ ടർക്കി? ടർക്കി എന്ന് പറഞ്ഞാൽ നല്ലൊരു നിംഫോമാനിയാക്. ഞാൻ You നല്ല scoundrel. തൃപ്തിയായില്ലേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഈ അടി എനിക്ക് കൊണ്ടുതന്നെ. താൻ എന്തിനാ അവരോട് നിംഫോമാനിയാക് പറഞ്ഞു കൊടുത്തത്? അവർക്കതിന്റെ മീനിങ് അറിയില്ലെന്ന് കരുതി സാർ. എല്ലാത്തിനും മീനിങ് പറഞ്ഞു കൊടുക്കാൻ താൻ ആരോടോ? ഡിക്ഷണറി? ഒരു അബദ്ധമൊക്കെ ഏത് മനുഷ്യനും പറ്റും. മനുഷ്യനോ? താൻ മനുഷ്യനല്ല, ഫുൾ മണ്ടൻ. മണ്ടന്മാര് മനുഷ്യരാണ് സാർ. തന്നെ ഇന്ന് രാകേഷ് പ്ലീസ്, നമ്മളെ സഹായിക്കാൻ വന്ന ആൾ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഇതാണ് സഹായമെങ്കിൽ എനിക്ക് ഇയാളുടെ സഹായം വേണ്ട. മാറ. രാകേഷ് പ്ലീസ്. മിസ്റ്റർ ഗോവിന്ദനുണ്ണി. കൃഷ്ണനുണ്ണി. ഓക്കെ കൃഷ്ണനുണ്ണി. എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവരാണല്ലോ കൃഷ്ണനുണ്ണി പോലുള്ള വലിയ ഗായകന്മാർ, ശരിയല്ലേ? വളരെ കറക്റ്റാ. അപ്പൊ ഇനി സത്യവൻ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാലോ? സാറിന് വേണ്ടി മാത്രം. പക്ഷെ രാകേഷ് സാർ കൂടി എന്നോട് ആവശ്യപ്പെടും. സി രാകേഷ്, നീ അയാളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യും. എന്തിന്? നീ അയാളോട് ഇറങ്ങി പോവാൻ പറ. ആവശ്യം നമ്മുടെ ഗോൺസാൽവസിന്റെ ഡിന്നർ തീരാൻ അധികം സമയമില്ല. സീമയാൾ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. Come on, Rakesh, please. ഐ എം സോറി മിസ്റ്റർ കൃഷ്ണനുണ്ണി. നിങ്ങൾ സത്യകാമനെ വിളിച്ച് ഗോൺസാൽവസിന്റെ അഡ്രസ് ഒന്ന് കളക്ട് ചെയ്യാമോ? ശല്യമായല്ലോ. ഹലോ, ആരാ? സത്യാമൻജി, കൃഷ്ണനുണ്ണിയാണ്. സന്തോഷം. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്കേ. അവിടെ എന്താ ഒരു ബഹളം? ജി പപ്പടം കച്ചിക്കൊണ്ടിരിക്കുകയാണോ? അല്ലടാ, വാഴത്തൈ നടാൻ ഞാൻ പറമ്പ് വിളച്ചോണ്ടിരിക്കുക. എനിക്കറിയാം. ടെണ്ടുൽക്കർ 7 റണ്ണെടുത്ത് ഔട്ടായതിന്റെ ദേഷ്യമല്ലേ എന്റെ അടുത്ത് ഈ കാണിക്കുന്നത്? നീ പോടാ പെരട്ടെ. പെറോട്ടയോ? അല്ല, ഇഡലി. നീ നോക്കിക്കോ, അടുത്ത ഇന്നിങ്സിൽ ടെണ്ടുൽക്കർ ഉറപ്പായിട്ട് സെഞ്ചുറി അടിച്ചിരിക്കും. ഓ, സെഞ്ചുറി ആദ്യത്തെ ബോളിൽ തന്നെ ഔട്ടാവും. ഔട്ടാവുന്ന നിന്റെ അമ്മായിയപ്പൻ തൊരപ്പം പിഷാരടി. അല്പം കൂടി മാന്യമായിട്ട് സംസാരിക്ക. എന്റെ മാന്യതയ്ക്ക് എന്താടാ ഒരു കുറവ്? കുറവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യത്തെ ബോളിൽ തന്നെ 0 റണ്ണിന് ടെണ്ടുൽക്കർ ഔട്ടാവും. ടെണ്ടുൽക്കറെ കളിയാക്കിയ നിന്നെ തുണ്ടം ആക്കൂടാ തെണ്ടി. ഫോൺ വയ്ക്കടാ. വയ്ക്കുന്നു. ജരാസന്ധ, അശ്വത്ഥാമ, ധൃതരാഷ്ട്ര. അല്ല പിന്നെ അസഭ്യങ്ങളെ വിളിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നോക്കുക. ഞാൻ വീഴുവോ? ഒരു അപാര ജന്മം തന്നെയാ. കറക്റ്റ്. ഇയാൾ എന്ത് പറയാനാ ഫോൺ ചെയ്തത്? സോറി, ഞാൻ ഒരിക്കൽ കൂടി വിളിക്കാം. അതെ, ഞാൻ ഈ സത്യകാമൻജിയായിട്ട് ഉടക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട. ഇത് 2 സ്ട്രോങ് ഫ്രണ്ട്സ് തമ്മിലുള്ള 1 സെക്കൻഡ് നേരത്തേക്കുള്ള ഉടക്ക. ഓക്കെ അയാളെ വിളിച്ച് കാര്യം പറ. ഓക്കെ സ്പീക്കർ റീഡയൽ. ബെല്ലടിക്കുന്നുണ്ട്, കേട്ടില്ലേ? ഞാൻ എന്താടോ പൊട്ടനാണോ? സാറ് കേട്ടാ? ഹലോ, സത്യാമൻ ഹിയർ. ഞാനാണ് ജി, കൃഷ്ണനുണ്ണി. നീ മാപ്പ് പറയാൻ വിളിച്ചായിരിക്കും. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ജിയുടെ ഹെൽപ്പ് എനിക്ക് വേണം. ഹെൽപ്പൊക്കെ ചെയ്തു തരാം. ആദ്യം സച്ചിൻ തെണ്ടുൽക്കർ കി ജയ് എന്ന് മുദ്രാവാക്യം വിളിക്കുക. അതൊക്കെ പിന്നീടാവാം. കാര്യം സീരിയസ് ആണ് ജി, പ്ലീസ്. ആദ്യം ഞാൻ പറഞ്ഞു ജയ്. വിളിച്ചേക്ക്. സച്ചിൻ തെണ്ടുൽക്കർ കി ജയ്. ഇനി നീ കാര്യം പറ. ജിക്ക് ആ ഗൊൺസാൽവസിനെ അറിയില്ലേ? ദിയ മ്യൂസിക് ഇൻഡസ്ട്രീസ് MD. പുള്ളിക്കാരന്റെ ടാക്സ് ഫയൽസ് എല്ലാം ജി അല്ലേ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത്? പിന്നെ ഓരോ കൊല്ലവും മിനിമം 1 ലക്ഷം രൂപയുടെ പെനാൽറ്റി അല്ലേ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്? പുള്ളിക്കാരന്റെ ഈ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിന്റെ അഡ്രസ് ഒന്ന് തപ്പിത്തരുവോ? അർജന്റ് ആയിരുന്നു. വേണ്ട, അടുത്ത കുഴപ്പമുണ്ടാകാനാണോ? എന്താ ജി? മുമ്പ് ഡയറക്ടർ പ്രിയദർശന്റെ അഡ്രസ് ഞാൻ സംഘടിപ്പിച്ചു തന്നിട്ട് നീ അങ്ങരുടെ വീട്ടിൽ പോയി പാടി. അങ്ങരുടെ പട്ടി നിന്നെ ഓടിച്ചിട്ട് കടിച്ചു, പട്ടി ചത്തു. അതെന്റെ പാട്ടിന്റെ കുഴപ്പമല്ല ജി. പട്ടിക്ക് എന്റെ മലയാളം പാട്ട് ഇഷ്ടപ്പെട്ടില്ല. പ്രിയദർശൻ സാർ ഇപ്പൊ ഹിന്ദിയിലല്ലേ, അവിടുന്ന് കൊണ്ടുവന്ന പട്ടിയാ, അതുകൊണ്ടാ. കാര്യം പറ. അത് ജി, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പട്ടിയുടെ ഭാര്യ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സാറിന്റെ ഭാര്യ ഗൊൺസാൽവസിന്റെ പാർട്ടിക്ക് പോയിരിക്കുക.
പാർട്ടി കഴിഞ്ഞാലുള്ള മൂപ്പരുടെ ഇടപാട് അറിയാമല്ലോ. അതറിഞ്ഞോണ്ട് തന്നെ ആയിരിക്കും നിന്റെ സാറിന്റെ ഭാര്യ പോയിരിക്കുന്നത്. ലെറ്റ് ദം എൻജോയ്. Eat, drink and be merry, for tomorrow is not ours. നമ്മൾ എന്തിനാ സ്വർഗത്തിൽ കടിയുറുമ്പാവുന്നത്? കടിയുറുമ്പല്ല ജി, കട്ടുറുമ്പ്. ഈ കടിയുറുമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടിക്കും. കട്ടുറുമ്പ്. ദേ, ഒന്ന് കാര്യം പറ. അതെ ജി, ഈ സാറിന്റെ ഭാര്യയ്ക്കും ഈ ഗൊൺസാൽവസിന്റെ തരികിടകളെ കുറിച്ച് ഒന്നും അറിയില്ല. അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതാ അഡ്രസ് ചോദിച്ചത്. ആ വക ഡീറ്റെയിൽസ് ഒക്കെ ഓഫീസ് ഫയലിലേ ഉണ്ടാവും. നാളെ രാവിലെ എടുത്തുതരാം. അയ്യോ അത് പോരാ, എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ 4ഉം 6ഉം ഒക്കെ ബൗണ്ടറിയിലേക്ക് അടിച്ച് ഗോൺസാൽവസ് സെഞ്ചുറി അടിക്കും അല്ലേ? Let them finish the innings and get the trophy. സ്കോർ ചെയ്യട്ടടാ. അങ്ങനെ പറയരുത് ജി. എത്രയും പെട്ടെന്ന് അഡ്രസ് ഒന്ന് എടുത്തു തരണം. ഓഫീസ് അടച്ചില്ലേ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഓവർ ടൈം ഉള്ള ദിവസം 10 മണി വരെ സ്റ്റാഫ് ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ക്രിക്കറ്റ് എങ്ങനെ കാണും? റെക്കോർഡ് ചെയ്ത് വെക്കാൻ മാച്ച് റെക്കോർഡ് ചെയ്ത് വെക്കാൻ ജി. ശരി, എന്നാ ഞാൻ ഫുഡ് കഴിച്ചിട്ട്. ഫുഡൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് കഴിക്കാം. ഒരുമിച്ചിരുന്ന് ക്രിക്കറ്റും കാണാം. ഒന്ന് സ്പീഡപ്പ് ചെയ്യൂ പ്ലീസ്. ആ, നീ പറഞ്ഞതല്ലേ, ഞാൻ എത്തിക്കോളാം. താങ്ക് യു ജി. കണ്ടോ, ഇതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ്. ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സ്ട്രിക്റ്റ് ഓഫീസറാ, പക്ഷെ എനിക്ക് വേണ്ടി എത്ര പ്രാവശ്യം മരിക്കാനും തയ്യാറാ. ഒരാൾ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ എങ്ങനെയാണോ മരിക്കുന്നത്? അതും ശരിയാ. അല്ല, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണോ ഈ സത്യകാമൻ? സ്ട്രിക്റ്റ് ആണോ എന്ന്? അത്താഴത്തിന് ശേഷം 2 പഴം കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം അമ്മായി അച്ഛന്റെ വീട് റെയ്ഡ് ചെയ്ത ആളാ. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിയ പോലെ ആവോ? ഏയ്, കുഴപ്പക്കാരെ കടിക്കും, സ്നേഹമുള്ളവരെ നക്കും. അതാണ് സത്യകാമൻജി.